കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പുതിയ കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിധി ഒന്ന് വായിക്കാം. ആ വിധിയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: വൈഫ് റെഫ്യൂസൽ ടു ലീവ് വിത്ത് ഇൻ ലോസ് ഈസ് നോട്ട് ക്രൂവാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ഒരു ക്രൂരതയായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പോയിന്റ്സ് നമുക്ക് നോക്കാം. The court has ruled that a wife refusal to live with her husband's parents cannot be treated as cruelty. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുടെയും കൂടി ഭാര്യയ്ക്ക് താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും ഭർത്താവിനോടുള്ള ക്രൂരതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. കൂടാതെ in a divorce case where the husband argued that the wife wanted to separate home, the court held that privacy, autonomy and personal space are valid expectations in marriage എന്നാണ് പറയുന്നത്. അതായത് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഭാര്യ ഭർത്താവിൻ്റെ പാരൻസിനൊപ്പം നിൽക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല, ഭർത്താവിൻ്റെ പാരൻസിൽ നിന്നും സെപ്പറേറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയ്ക്ക് എന്തുണ്ടാവണം? ഒരു പ്രൈവസി ഉണ്ടാവണം, ഓട്ടോണമി ഉണ്ടാകണം, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ സ്പേസ് അവിടെ, അതായത് റൂം പോലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. So a woman is not legally obligated to stay with in-laws, and insisting on a separate residence does not amount to emotional cruelty എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു വീട് വേണം എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും എന്തല്ല ഒരു ഇമോഷണൽ ക്രൂരതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക്